ഫസ്റ്റ് കാന്താര കണ്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു സംഭവം ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചില്ല കേട്ടോ. എന്ത് മേക്കിംഗ് ആണ് എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. അത്രയും നല്ല, നമ്മൾ ദൈവത്തിന് നേരെ തിയേറ്ററിൽ കാണുന്ന മാതിരി അത്രയും പെർഫോമൻസ് ആയിരുന്നു. ഒന്നും പറയല്ല, സൂപ്പർ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ ഫസ്റ്റ് വാച്ച് സൂപ്പറായിട്ട്. എല്ലാ റിവ്യൂവർമാരോടും ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത് ഞാൻ പറയണം. അശ്വന്ത് ഗോഖലെ പറയുന്ന കാല് പിടിച്ച് പറയാണ്, ഈ സിനിമ നശിപ്പിക്കരുത്. ഇത്ര നല്ല വിശ്വാസമുള്ള സിനിമയാണ്, ഒരു കാരണവശാലും നശിപ്പിക്കരുത്. ഇത് ഹിറ്റാണ്. ഇദ്ദേഹത്തിന് ഋഷഭ് ഷെട്ടിയെ, രാജമൗലിയെ പോലുള്ള ഡയറക്ടർമാരെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിലും സാധനങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. എല്ലാ വിശ്വാസ സമൂഹത്തിലുള്ള ആൾക്കാരും വന്ന് സിനിമ കാണുക. ഈ സിനിമ കിട്ടില്ല എക്സ്പീരിയൻസ്, മേക്കിംഗ്, ആക്ടിങ്, ഋഷഭ് ഷെട്ടി എൻ്റെ ഒന്നും പറയാം, അടിപൊളി ആക്ടിങ് വൈസ്. എൻ്റെ ദൈവം ഇത്തവണ നാഷണൽ അവാർഡ് ഉറപ്പാണ്. മേക്കിംഗ് ആയാലും ഒട്ടും ഓവറാക്കാതെ ഇത്ര അടിപൊളിയായിട്ട്. ആൻഡ് ഗ്രാഫിക്സ്, VFX ഇന്ത്യൻ സിനിമയിലെ ബെസ്റ്റ് കിഡിലൻ മൂവി. മസ്റ്റ് ഇൻവാച്ച്, കൂടുതലൊന്നും പറയില്ല. രോമാഞ്ചമായിരുന്നു, രോമാഞ്ച ക്ലൈമാക്സ് ഒക്കെ. ഋഷഭ് ഷെട്ടിയുടെ അഭിനയങ്ങളുണ്ട്. ട്രൂലി നാഷണൽ, എനിക്ക് കന്നഡയിൽ മണ്ണിനേക്കാൾ വേറെ വിഷയമാണ് ഇത്. ഇത് വേറെ ലെവൽസാണ്. ഞെട്ടിച്ചെന്തായാലും കിളി പോയിരിക്കണായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു. എങ്ങനെ വെച്ചാൽ പടം? അടിപൊളി, നല്ല പടം. പെർഫോമൻസ് ഒക്കെ ഫസ്റ്റിനേക്കാൾ അപ്പുറത്താണ്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലായിരുന്നു. ഇൻട്രോയിൽ വരെ നമുക്കൊരു കഥയിലേക്ക് ചെല്ലാനുള്ളൊരു ചെറിയ വലിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പടം തകർക്കും. അവസാനമൊക്കെ ഉണ്ടല്ലോ, നമ്മള് പൈസ മുടക്കുന്നതിന് ഒരു പരിധി അത്രയാണ് മുടക്കിയേക്കുന്നത്. അടിപൊളി കേട്ടോ, ട്രീറ്റ് ചെയ്തേക്കുന്ന കിടിലായിട്ട്. ജയറാമൊക്കെ കിടിലായിട്ടുണ്ട്. ജയറാമൊക്കെ ഇൻട്രോയിൽ ജയറാം എന്തിനാന്ന് ഓർക്കും, പക്ഷെ ഇൻട്രോയിൽ ജയറാമിന്റെ വിളയാട്ടമാണ്. അടിപൊളി കേട്ടോ, കിടില. ഇഷ്ടപ്പെട്ടോ? ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ജയറാമേട്ടനോ എങ്ങനെയുണ്ടായിരുന്നു പടം? VFX ഒക്കെ ഇഷ്ടപ്പെട്ടോ? കാന്താര ആദ്യം കണ്ടതിനേക്കാളും ഇതിന്റെ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ വരാൻ വേണ്ടി എക്സൈറ്റഡ് ആണോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സെറ്റാണ്. ഇഷ്ടപ്പെട്ടോ? എടാ എങ്ങനെയായിരുന്നു പടം? എടാ എങ്ങനെയായിരുന്നു സിനിമ? എങ്ങനെയായിരുന്നു? ഒരു രക്ഷയില്ല. കത്തിക്കേറി ഫാസ്റ്റസ്റ്റ്, അതായത് ഫാസ്റ്റസ്റ്റ് 1000, അതാണ് പടം. വേറെ ലെവൽ. 1000 crore. ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു 1 വീക്കിനുള്ളിൽ 1000 കോടിയാണ് ഈ പടം. അത്രക്കും കിട്ടില്ല, ഒരു രക്ഷയില്ല. നമ്മളൊരു വേറെ ലോകത്താണ് ഈ പടത്തിലുള്ളത്. നമ്മളെ അവസാനം ഒരു 30 മിനിറ്റ് നമ്മൾ വേറൊരു ലോകത്തേക്കാണ് ഈ പടം കൊണ്ടുപോകുന്നത്. ഒരു രക്ഷയില്ല. ഋഷഭ് ഷെട്ടിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, എടുത്ത് പറയേണ്ടതാണ്. അതേപോലെ ആക്ടിങ്, അതേപോലെ ഇതിന്റെ മേക്കിംഗ്, VFX എല്ലാം അൺബിലീവബിൾ, എല്ലാം ഉണ്ട്. ഋഷഭ് ഷെട്ടിയുടെ കാര്യം എങ്ങനെയാണ്? ഋഷഭ് ഷെട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം പെർഫോമൻസ്. നമ്മൾ പറഞ്ഞില്ലേ, ആ പുള്ളി നമ്മളൊരു വേറെ ലോകത്തേക്ക് കൊണ്ടുപോവാണ്. കാരണം ആ പടത്തിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഒരു രക്ഷയില്ല, നമ്മൾ വേറെ ലോകത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഒരു ദഹിച്ചില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മൾ പടം കത്തിക്കേറി. ആ സൂപ്പറായിരുന്നു.